പ്രിയമുള്ളവരെ, ചാണകം ഉപയോഗിച്ച് ജൈവ കൃഷിയിൽ നമുക്ക് വേണ്ട നൈട്രജൻ ലഭ്യമാക്കാൻ സാധ്യമല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാചകം? കേൾക്കാനാണ് സാധ്യത. ചാണകത്തിൽ 1% താഴെ മാത്രമേ നൈട്രജൻ ഉള്ളൂ. അതുകൊണ്ട് ചാണകം മാത്രമല്ല, ജൈവവളങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ നൈട്രജൻ ഉള്ളൂ. അതുകൊണ്ട് നല്ല വിളവുണ്ടാക്കാനും നല്ല രീതിയിൽ കൃഷി ചെയ്യാനും ജൈവ കൃഷി അപര്യാപ്തമാണ് എന്ന പ്രസ്താവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ ആദ്യം പറഞ്ഞതിൽ ശരിയുണ്ട്. എന്നാൽ രണ്ടാമത്തെ വാചകം പൊട്ടത്തെറ്റാണ്, അസത്യമാണ്. ആദ്യം പറഞ്ഞത് 1% താഴെ മാത്രമേ നൈട്രജൻ ഉള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് ജൈവ കൃഷി വിജയിക്കില്ല എന്നുള്ളത് തെറ്റുമാണ്. ഇത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ചെലവില്ലാതെ അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ ജൈവ കൃഷിയിൽ നമുക്ക് വേണ്ട മുഴുവൻ നൈട്രജനും ലഭ്യമാക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ്? ചാണകത്തിന്റെ സാധ്യത എന്താണ്? ഈ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട്? ജൈവ കൃഷി ചെയ്യുന്നവരും രാസകൃഷി ചെയ്യുന്നവരും കൃഷി ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ട് ഈ പ്രസ്താവന നടത്തുന്ന ആളുകളും ഈ വീഡിയോ കേട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വളരെ ചെലവ് കുറച്ചുകൊണ്ട് ജൈവ കൃഷിയിൽ നമുക്ക് എങ്ങനെ വേണ്ട നൈട്രജൻ ലഭ്യമാക്കാം എന്നുള്ളതിന്റെ ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് പച്ചപ്പ് നമുക്ക് കാണാം. അതേപോലെ കാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ചെടികൾക്കൊക്കെ നൈട്രജൻ ആവശ്യമാണ്. ഈ ചെടികൾക്ക് നൈട്രജൻ എങ്ങനെയാണ് ലഭ്യമാകുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മണ്ണിൽ നൈട്രജൻ ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിൽ മണ്ണിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നില്ല. നേരെമറിച്ച് കാൽസ്യം, മാഗ്നീഷ്യം പോലുള്ള പല മൂലകങ്ങളും മണ്ണിന്റെ തന്നെ ഭാഗമായിട്ടുള്ളപ്പോൾ ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന നൈട്രജന്റെ രൂപങ്ങളായ അമോണിയം, അതേപോലെ നൈട്രേറ്റ് തുടങ്ങിയവ മണ്ണിൽ സാധാരണഗതിയിൽ നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജന് നമ്മുടെ മണ്ണിൽ എത്തി ഈ രൂപത്തിൽ അമോണിയയും നൈട്രേറ്റുമായിട്ട് മാത്രമേ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ സസ്യങ്ങളൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ഉണ്ട്. ഈ നൈട്രജന്റെ മഹാസമുദ്രത്തിലാണ് സസ്യങ്ങളൊക്കെ അവയുടെ ഇലച്ചാർത്തുകൾ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നേരിട്ട് സ്വീകരിക്കാൻ ഒരിക്കലും സസ്യങ്ങൾക്ക് സാധിക്കില്ല. അന്തരീക്ഷത്തിലെ നൈട്രജൻ 2 നൈട്രജൻ N2 എന്നുള്ള രൂപത്തിൽ 2 നൈട്രജൻ തന്മാത്രകൾ കൂടി നൈട്രജന്റെ ഗ്യാസായിട്ടാണ് അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. അത് ട്രിപ്പിൾ ബോണ്ട് എന്നാണ് നമ്മൾ പറയുക. 3 ബോണ്ട് വഴി 2 നൈട്രജൻ കൂടിച്ചേർന്ന രൂപത്തിലാണ്. എന്നാൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന നൈട്രജൻ എന്ന് പറയുന്നത് NH4+ രൂപത്തിൽ നൈട്രജന്റെ രൂപം മാറി അത് അയോണായിട്ട്, അമോണിയം അയോണായിട്ട് മാറുകയും അതേപോലെ NO3- നൈട്രേറ്റ് അയോൺ, ഇങ്ങനെ 2 രൂപത്തിൽ മാത്രമേ ചെടികൾക്ക് നൈട്രജനെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നൈട്രജൻ ചെടികൾക്ക് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിനും അതേപോലെ ഹരിതകം നിർമ്മിക്കുന്നതിനുമൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള മൂലകമാണ്. നമുക്ക് 3 രീതിയിലാണ് നൈട്രജൻ മണ്ണിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്, മണ്ണിലേക്ക് ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഒന്നാമത്തത് ഡെപ്പോസിഷൻ ഫ്രം അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ പല രൂപത്തിൽ, ഉദാഹരണത്തിന് ഇടിമിന്നൽ വഴി ഈ നൈട്രജന്റെ ഈ ട്രിപ്പിൾ ബോണ്ട് പൊട്ടി അത് നൈട്രജന്റെ സംയുക്തങ്ങളായി മാറുകയും മഴ പെയ്യുന്ന സമയത്ത് ആ മഴവെള്ളത്തിൽ നൈട്രജൻ സംയുക്തങ്ങൾ ലയിച്ച് മണ്ണിലെത്തുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വാഹനങ്ങൾ
ഇൻഡസ്ട്രി വർക്കുകൾ, ഇങ്ങനെ പല രൂപത്തിൽ നൈട്രജൻ സംയുക്തങ്ങൾ അന്തരീക്ഷത്തിൽ രൂപപ്പെടുകയും അത് മഴയോടൊപ്പം നമ്മുടെ മണ്ണിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇത് ചെറിയ ഒരു അളവിലാണെങ്കിലും നമ്മുടെ മണ്ണിന് നൈട്രജൻ ലഭിക്കുന്ന ഒരു മാർഗമാണ്. രണ്ടാമത്തത് മിനറലൈസേഷൻ ഫ്രം സോയിൽ ഓർഗാനിക് മാറ്റർ എന്നുള്ളതാണ്. നമ്മുടെ മണ്ണിലുള്ള ജൈവ അംശങ്ങൾ, ഈ ജൈവ അംശങ്ങളിലൊക്കെ നൈട്രജന്റെ സംയുക്തങ്ങൾ, പ്രോട്ടീൻ രൂപത്തിലും പല രൂപത്തിലുള്ള നൈട്രജന്റെ സംയുക്തങ്ങൾ ഉണ്ടായിരിക്കും. ഈ മണ്ണിലുള്ള ജൈവ അംശങ്ങളെ സൂക്ഷ്മജീവികൾ വിഘടിപ്പിക്കുമ്പോൾ ഈ നൈട്രജൻ നമ്മുടെ ചെടികൾക്ക് ലഭ്യമാകുന്ന രൂപത്തിൽ നൈട്രജൻ, റിയാക്റ്റീവ് നൈട്രജൻ എന്നാണ് നമ്മൾ ഇതിന് പറയാ, നൈട്രേറ്റ്, അതേപോലെ അമോണിയം, ഈ രൂപത്തിലേക്ക് ഇവ മാറുകയും നമ്മുടെ ചെടികൾക്ക് ലഭ്യമാകുകയും ചെയ്യും. നമ്മുടെ മണ്ണിലുള്ള ജീവനുള്ളതും അതേപോലെ സസ്യങ്ങളും മറ്റ് ജന്തുക്കളും ചെറിയ ചെറിയ ജീവികളും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഫിഷ് വളങ്ങള് ഒക്കെ ഈ രൂപത്തിൽ ഡീകമ്പോസ് ചെയ്തുകൊണ്ട് അതിലുള്ള നൈട്രജൻ നമ്മുടെ ചെടികൾക്ക് ലഭ്യമാകുന്നതാണ്. പിന്നെ മൂന്നാമത്തെ രീതിയാണ് ഫിക്സേഷൻ ബൈ ബാക്ടീരിയ. അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ നൈട്രോജനീസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ഒരു എൻസൈം വഴി ഈ നൈട്രജൻ ബോണ്ട് പൊട്ടിച്ചുകൊണ്ട് അതിനെ നൈട്രേറ്റും അമോണിയയുമാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകൾ നമ്മുടെ മണ്ണിലുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. ഈ സൂക്ഷ്മജീവികളാണ് നമ്മുടെ എല്ലാ പച്ചപ്പിന്റെയും അതേപോലെ നമ്മുടെ പ്രകൃതിയുടെ നൈട്രജൻ സൈക്കിളിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ബാക്ടീരിയകൾ. ഈ ബാക്ടീരിയകൾ വഴിയാണ് ഏറ്റവും പ്രധാനമായും നമ്മുടെ ചെടികൾക്ക് വേണ്ട നൈട്രജൻ മണ്ണിൽ ഫിക്സ് ചെയ്യപ്പെടുന്നത്. അപ്പോ 3 രീതിയിൽ നമ്മൾ പറഞ്ഞു. അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജൻ പല രൂപത്തിൽ സംയുക്തങ്ങളായി മാറി അത് നമ്മുടെ മണ്ണിലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ മണ്ണിൽ നിക്ഷേപിക്കുന്നതും മണ്ണിലുള്ളതുമായ പലതരത്തിലുള്ള ജൈവ വസ്തുക്കൾ വിഘടിച്ചുകൊണ്ട് മണ്ണിൽ വേണ്ട നൈട്രജൻ ഉണ്ടാകുന്നുണ്ട്. മൂന്നാമതായി നമ്മുടെ ബാക്ടീരിയകളുടെ പ്രവർത്തനം വഴി നമുക്ക് മണ്ണിലേക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ രീതികൾ നമുക്ക് എങ്ങനെ കൃഷിയിടത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനു മുമ്പായി ഈ ബാക്ടീരിയകൾ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ മണ്ണിലേക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതോടൊപ്പം അവയെ എങ്ങനെ കൃഷിയിടത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതും വിശദമായിട്ട് മനസ്സിലാക്കിയാൽ ഒരു ചെലവുമില്ലാതെ നമ്മുടെ കൃഷിയിടത്തിൽ വേണ്ട നൈട്രജൻ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 4 തരത്തിലുള്ള ബാക്ടീരിയകളാണ് നമ്മുടെ ചെടികൾക്ക് വേണ്ട നൈട്രജനെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി നമ്മളിത് മനസ്സിലാക്കിയാൽ നമുക്ക് കൃഷിയിടത്തിൽ ഇവരുടെ സഹായത്തോടെ വേണ്ട നൈട്രജൻ ലഭ്യമാക്കാൻ സഹായിക്കും. ഒന്നാമത്തത് സിംബയോട്ടിക് ബാക്ടീരിയ, അതേപോലെ നോൺ സിംബയോട്ടിക് ബാക്ടീരിയ. ഇങ്ങനെ 2 ഗ്രൂപ്പായിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ തിരിച്ചിരിക്കുന്നത്. സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സസ്യത്തിന്റെ സഹായത്തോടുകൂടി അതിനോട് സഹവർത്തിച്ചുകൊണ്ട് ഈ സസ്യം എന്തു ചെയ്യും, ഈ ബാക്ടീരിയക്ക് വേണ്ട ഭക്ഷണം, അന്നജം കൊടുക്കുകയും ഈ ബാക്ടീരിയ ഈ സസ്യത്തിന് വേണ്ട നൈട്രജൻ ഫിക്സ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന രീതിക്കാണ് സിംബയോട്ടിക്, സഹവർത്തിത്വത്തിലുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത്. മറ്റൊന്ന് നോൺ സിംബയോട്ടിക്, അത് ഫ്രീ ആയിട്ട് നമ്മുടെ മണ്ണിൽ ജീവിച്ചുകൊണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് നോൺ സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. സഹവർത്തിത്വത്തിലുള്ള ബാക്ടീരിയ 3 തരത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന് സിംബയോട്ടിക് ലെഗ്യൂംസ്, നമ്മുടെ പരിപ്പ് വർഗ്ഗങ്ങള്, ഇരട്ടപ്പരിപ്പുള്ള അത് നമ്മുടെ ചെടികളിൽ വളരുകയും, ഉദാഹരണത്തിന് നമ്മുടെ പയർവർഗ്ഗങ്ങള്, ഈ പയർവർഗ്ഗങ്ങളുള്ള ചെടിയുടെ വേരുകളിൽ അത് മുഴകൾ രൂപപ്പെടുത്തിക്കൊണ്ട് വേരുകളിൽ കയറിക്കൂടി അതിൽ മുഴകൾ രൂപപ്പെടുത്തി അതിൽ വസിക്കുകയും അങ്ങനെ ചെടിക്ക് വേണ്ട നൈട്രജൻ ഫിക്സ് ചെയ്യുകയും ചെയ്യുന്ന തരം ബാക്ടീരിയകളാണ്
ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ടതാണ് സിംബയോട്ടിക്, സഹവർത്തിത്വത്തിൽ കഴിയുന്നവയാണ്. അതേപോലെ നോൺ ലെഗ്യൂംസ്, നമ്മുടെ പരിപ്പ് വർഗ്ഗങ്ങളല്ലാത്ത ചില വൃക്ഷങ്ങളും അതേപോലെ വലിയ കുറ്റിച്ചെടികളും ഒക്കെ അടങ്ങുന്ന ചില സസ്യങ്ങളിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ അതിൽ മുഴകൾ രൂപപ്പെടുത്തിക്കൊണ്ട് വേണ്ട നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. മറ്റൊന്നാണ് സിംബയോട്ടിക് വിത്തൌട്ട് നോഡ്യൂൾസ്. ആ ചെടിയും ബാക്ടീരിയയും തമ്മിൽ സഹവർത്തിത്വത്തിലാണ്, പക്ഷെ അവിടെ മുഴകൾ രൂപപ്പെടുത്താതെ തന്നെ ഈ ചെടി ഈ ബാക്ടീരിയക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുകയും ബാക്ടീരിയ ചെടിക്ക് വേണ്ട നൈട്രജൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ നാലാമത്തതാണ് നോൺ സിംബയോട്ടിക്. നമ്മുടെ സഹവർത്തിത്വത്തിലല്ലാതെ ഫ്രീ ആയിട്ട് മണ്ണിലും അതേപോലെ നമ്മുടെ വെള്ളത്തിലും ജീവിച്ചുകൊണ്ട് വേണ്ട നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയയാണ് നോൺ സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. സഹവർത്തിത്വത്തിൽ കഴിയുന്ന ബാക്ടീരിയ നമ്മുടെ പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ തുളച്ചു കയറി അതിൽ മുഴകൾ രൂപപ്പെടുത്തിക്കൊണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന തരം ബാക്ടീരിയകളെ കുറിച്ചാണ് പറയുന്നത്. നൈട്രോജീൻസ് എന്ന് പറയുന്ന ഒരു എൻസൈം, ഈ എൻസൈം ഉപയോഗിച്ചുകൊണ്ട് നൈട്രജന്റെ ബോണ്ട് പൊട്ടിച്ചുകൊണ്ട് അത് നമ്മുടെ ചെടികൾക്ക് വേണ്ട അമോണിയം അതേപോലെ നൈട്രേറ്റ് അയോണുകളാക്കി മാറ്റി ചെടികൾക്ക് നൽകുന്ന ബാക്ടീരിയയാണ് റൈസോബിയൽ ബാക്ടീരിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ റൈസോബിയൽ ബാക്ടീരിയയിൽ ഒരുപാട് തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട്. റൈസോബിയം, മൊസോറൈസോബിയം, ബ്രാഡി റൈസോബിയം, ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽപ്പെട്ട ബാക്ടീരിയകൾ ഇങ്ങനെ വ്യത്യസ്ത ചെടികളിൽ ഓരോ വർഗത്തിൽപ്പെട്ട ചെടികളിലും വ്യത്യസ്തമായ തരത്തിൽ കുടുംബത്തിൽപ്പെട്ട ബാക്ടീരിയകളാണ് ഇതുപോലെ പ്രവർത്തിക്കുക. ഈ ചെടി ഉണ്ടാക്കുന്ന ഊർജത്തിന്റെ അന്നജത്തിന്റെ ഒരു ഭാഗം ഈ ബാക്ടീരിയകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുകയും ബാക്ടീരിയകൾ തിരിച്ച് ചെടിക്ക് വേണ്ട നൈട്രജൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എത്രമാത്രം നൈട്രജൻ ഫിക്സ് ചെയ്യും എന്നുള്ളത് ഈ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ചെടിയുടെ ഇനത്തിന്റെയും അതേപോലെ ബാക്ടീരിയയുടെ ഇനത്തിന്റെയും അതേപോലെ കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം, ഇങ്ങനെ പല ഘടകങ്ങൾ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. വളരെ അത്ഭുതകരമായ കാര്യം, നമ്മൾ നൈട്രജൻ വളങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു എന്നുള്ളതാണ്. അത് കാര്യമായി പ്രവർത്തിക്കാതെ അത് കുറഞ്ഞു പോകുന്നു. നമ്മുടെ വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള ചെടികളെ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, തുവര നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹെക്ടറിൽ 50 മുതൽ 100 കിലോഗ്രാം വരെ നൈട്രജനെ ഒരു വർഷം ഫിക്സ് ചെയ്യാനുള്ള കഴിവ് തുവരക്കുണ്ട്. അതുപോലെ മമ്പയർ 50 മുതൽ 100 കിലോ വരെ നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവ് മമ്പയറിനുണ്ട്. അതേപോലെ ശീമക്കൊന്ന 100 മുതൽ 200 കിലോ വരെ നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവുള്ള ഈ ഇരട്ടപ്പരിപ്പിൽപ്പെട്ട ചെടികളെ എങ്ങനെയാണ് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നെൽകൃഷിയിലാണെങ്കിൽ നമ്മൾ വേനൽക്കാലത്ത് പാടം ഉഴുതുമറിച്ച് ആ സമയത്ത് പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട ഡെയിഞ്ച അതേപോലെ വൻപയർ പോലുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുകയും അത് പാകി നമുക്ക് നെൽകൃഷി ചെയ്യുന്ന സമയത്ത് അത് പൂട്ടി പച്ചില വളമാക്കിക്കൊണ്ട് നെൽകൃഷിക്ക് വേണ്ട വലിയ അളവിലുള്ള നൈട്രജൻ ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരു ഇരട്ടപ്പരിപ്പ് സസ്യം നമ്മൾ കൃഷി ചെയ്യുന്നു, പിന്നീട് ഒറ്റപ്പരിപ്പിൽപ്പെട്ട നൈട്രജൻ ഫിക്സ് ചെയ്യാത്ത ഇനം കൃഷി ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് റൊട്ടേഷൻ, പല തരം കൃഷികൾ മാറി മാറി ഇരട്ടപ്പരിപ്പും ഒറ്റപ്പരിപ്പും ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട നൈട്രജൻ ഉറപ്പുവരുത്താൻ കഴിയും. മറ്റൊരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ മെയിൻ വിളകളുടെ കൂടെ ഇപ്പോൾ വാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ വാഴയുടെ ഇടയിൽ തുവര അതേപോലെ ശീമക്കൊന്ന
അതേപോലെ വൻപയർ തുടങ്ങിയവയൊക്കെ ഇടവിളയായിട്ട് ആവരണ വിളയായിട്ട് കൃഷി ചെയ്തുകൊണ്ട് അതിന്റെ തോല് നമുക്ക് ഈ വാഴക്ക് പച്ചില വളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വാഴക്ക് വേണ്ട എല്ലാ നൈട്രജനും ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇത്തരത്തിൽ ഇരട്ടപ്പരിപ്പ് വർഗത്തിൽപ്പെട്ട ചെടികളുടെ തോല് പിന്നെ പച്ചില വളമായിട്ടും അത് നമ്മുടെ കൃഷിയിടത്തിൽ കൃഷി ചെയ്തുകൊണ്ട് അവയുടെ വേരുകളിൽ ഉള്ള നൈട്രജൻ ഫിക്സ് ചെയ്യുന്നതും അതേപോലെ ഇലകൾ പച്ചില വളമാക്കി അതിലൂടെ കിട്ടുന്ന നൈട്രജനും വലിയ ഒരു അളവിൽ നമുക്ക് വേണ്ട നൈട്രജൻ ലഭ്യമാക്കാം. അമേരിക്കയിലെ സോയിൽ സയന്റിസ്റ്റുകളായ റേ ആർ വെൽ, നൈസ് സി ബ്രാഡി എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുകൾ എഴുതിയ ദ നേച്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദി സോയിൽ എന്ന് പറയുന്ന പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പറയുന്ന വളരെ രസകരമായൊരു കാര്യം ഇപ്രകാരമാണ്: ഇഫ് മാനേജ്ഡ് ടു മാക്സിമൈസ് ദ റിട്ടേൺ ഓഫ് ദയർ ഹൈ നൈട്രജൻ ബയോമാസ്, ലെഗ്യൂം ഗ്രീൻ മാനുവർ ക്യാൻ ബി യൂസ്ഡ് ടു റീപ്ലേസ് മോസ്റ്റ് ഓർ ഈവൻ ആൾ ഓഫ് ദ നൈട്രജൻ ഫെർട്ടിലൈസർ ടിപ്പിക്കലി യൂസ്ഡ് ഇൻ സർട്ടൻ ക്രോപ്പ് റൊട്ടേഷൻസ്. ഇതിനർത്ഥം നമ്മൾ ഇരട്ടപ്പരിപ്പിൽപ്പെട്ട ചെടികൾ വളരെ സമൃദ്ധമായി ഇലച്ചാർത്തുള്ള ചെടികൾ കൃഷി ചെയ്തുകൊണ്ട് അതിന്റെ പച്ചില വളം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാസരൂപത്തിൽ കൊടുക്കുന്ന നൈട്രജൻ വളങ്ങളെ കുറക്കാനും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കാനും സാധിക്കുമെന്നുള്ളത് പറയുന്നത് ഈ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ റഫറൻസായും അതേപോലെ ടെക്സ്റ്റായും ഒക്കെ ഉപയോഗിക്കുന്ന വളരെ പ്രശസ്തരായ 2 സോയിൽ സയന്റിസ്റ്റുകൾ എഴുതിയ പുസ്തകത്തിലാണ്. ഇത് ആരെങ്കിലും ജൈവ കർഷകരുടെ ജൽപ്പനങ്ങളല്ല, ഇത് സയൻസാണ്, പ്യുവർ സയൻസാണ്. നമുക്ക് 100% സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ പരിപ്പ് വർഗത്തിൽപ്പെട്ട നമ്മുടെ ചെടികളെ ഉപയോഗപ്പെടുത്തി നമുക്ക് വേണ്ട നൈട്രജൻ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ കാണുന്ന പീലിവാക അല്ലെങ്കിൽ സുബാബിൾ എന്ന് പറയുന്ന ഒരു വൃക്ഷം, അതിന്റെ ഇലച്ചാർത്തുകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ സുബാബിളിന്റെ ഒരു കണക്ക് പറയുന്നത് 100 മുതൽ 500 കിലോ വരെ നൈട്രജൻ ഒരു വർഷത്തിൽ ഒരു ഹെക്ടറിൽ ഫിക്സ് ചെയ്യാനുള്ള കഴിവ് ഈ പീലിവാക എന്ന വൃക്ഷത്തിനുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ കൂടുതൽ കാലം നിലനിൽക്കുന്ന വാർഷികമായിട്ട് 1-2 വർഷം പെർണിയൽ ക്രോപ്സ് എന്ന് പറയും. ഒരു വർഷത്തിലധികം നിലനിൽക്കുന്ന പെർണിയൽ ക്രോപ്സ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നൈട്രജൻ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. കുറഞ്ഞ കാലയളവിലുള്ള ചെടികളെക്കാട്ടിലും നമുക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സാധിക്കുക ശീമക്കൊന്ന, അതേപോലെ തുവര പോലുള്ള കൂടുതൽ കാലം നിലനിൽക്കുന്ന സസ്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. നമ്മൾ ഒറ്റപ്പരിപ്പുള്ള ഒരു സസ്യവും ഇരട്ടപ്പരിപ്പുള്ള സസ്യവും തമ്മിൽ ഇടകലർത്തി അല്ലെങ്കിൽ ഇടവേളയായി നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത്, ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, വാഴയുടെ കൂടെ നമ്മൾ അതിന്റെ കൂടെ വൻപയർ കൃഷി ചെയ്താൽ ഈ വൻപയറിലുള്ള മുഴകൾ രൂപീകരിച്ച് ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന നൈട്രജൻ അത് പല രൂപത്തിൽ മണ്ണിൽ ലയിച്ചുകൊണ്ടും അതേപോലെ ഈ ചെടിയുടെ വേരുകൾ അത് പൊട്ടി ഇതിന്റെ കാലാവധിക്ക് ശേഷം തകരുന്ന സമയത്ത് അതിലുള്ള നൈട്രജൻ ഈ വാഴയ്ക്ക് ലഭിക്കും. അതേപോലെ ഈ ചെടികൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ മൈക്രോറൈസ എന്ന പേരിൽ ഒരു ഫംഗസ് ഉണ്ട്. ഈ ഫംഗസിന്റെ കൈകൾ പരസ്പരം ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഒറ്റപ്പരിപ്പ് വർഗത്തിൽപ്പെട്ട ചെടിക്ക് വേണ്ട നൈട്രജന് ഈ ഇരട്ടപ്പരിപ്പിൽ നിന്നും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ചാനലും ഈ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇരട്ടപ്പരിപ്പും ഒറ്റപ്പരിപ്പും ഇടകലർത്തിക്കൊണ്ട് നമുക്ക് രണ്ടിനും വേണ്ട നൈട്രജൻ ഉറപ്പുവരുത്താൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ടത്, നമ്മുടെ സഹവർത്തിത്വത്തിൽ കഴിയുന്ന ബാക്ടീരിയകൾ തന്നെ ഇരട്ടപ്പരിപ്പിലല്ലാതെ 8
ഫാമിലീസ്പ്പെട്ട ചെടികളിൽ അവയില് നോഡ്യൂൾസ് മുഴകൾ ഉണ്ടാക്കിക്കൊണ്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ചെടികളുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നത് ആക്ടിനോമൈസിൻസ് എന്ന് പറയുന്ന തരം സൂക്ഷ്മജീവികളാണ്. ഈ നമ്മുടെ വളരെയധികം ഫലഭൂഷ്ടിയൊക്കെ നശിച്ച സ്ഥലങ്ങളിൽ ഇത്തരം വൃക്ഷങ്ങൾ പെട്ടെന്ന് ഇതിന്റെ ഫലഭൂഷ്ടി നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രകൃത്യാ തന്നെ വളരുകയും അങ്ങനെ അവിടെ നൈട്രജൻ ഫിക്സ് ചെയ്തുകൊണ്ട് അവിടെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ, നശിച്ച ഭൂമിയെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന തരം ഒരു സിംബയോട്ടിക് സഹവർത്തിത്വത്തിലുള്ള പ്രവർത്തനമാണ് ഇത്തരം ചെടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇനമാണ് സിംബയോട്ടിക് വിത്തൌട്ട് നോഡ്യൂൾസ്. സഹവർത്തിത്വത്തിൽ കഴിയുന്ന ബാക്ടീരിയകൾ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു, പക്ഷെ അവിടെ മുഴകൾ ഒന്നും രൂപപ്പെടുത്താതെ തന്നെ സഹവർത്തിത്വം അവിടെ സാധ്യമാണ് എന്നുള്ളതാണ്. അതിന് ഏറ്റവും നമുക്ക് ഉദാഹരണം പറയാവുന്ന ഒരു സംഗതിയാണ് അസോള. നമ്മള് വളമായും ഈ കാലികൾക്കൊക്കെ തീറ്റയായിട്ടും കോഴികൾക്ക് തീറ്റയായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല രീതിയിൽ നൈട്രജൻ ലഭ്യമാകുന്ന ഒരു സാധനമാണ് അസോള. നമുക്കറിയാവുന്നതാണ്. ഈ അസോളയിൽ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് സയനോ ബാക്ടീരിയ എന്ന് പറയുന്ന സൂക്ഷ്മജീവിയാണ്. ഈ സയനോ ബാക്ടീരിയയും അതേപോലെ അസോളയും തമ്മിൽ പരസ്പരം സഹവർത്തിച്ചുകൊണ്ട് ഈ സയനോ ബാക്ടീരിയക്ക് വേണ്ട ഭക്ഷണം അസോള കൊടുക്കുകയും അസോളയിൽ വേണ്ട നൈട്രജൻ സയനോ ബാക്ടീരിയ ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ അസോള നമുക്ക് നെൽകൃഷിയിൽ വളരെ വിജയകരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെൽകൃഷിയിൽ വെള്ളത്തിൽ നമുക്ക് ഇത് നിക്ഷേപിച്ചുകൊണ്ട് കള വളരുന്നത് തടയാനും അതേപോലെ നൈട്രജൻ ഫിക്സ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്നതാണ്. ഈ അസോളയും അതേപോലെ സയനോ ബാക്ടീരിയയും തമ്മിലുള്ള സഹവർത്തിത്വം വഴി നമുക്ക് ഏകദേശം 150 മുതൽ 300 കിലോഗ്രാം വരെ വലിയ അളവിൽ നൈട്രജൻ ഒരു ഹെക്ടറിൽ ഒരു വർഷം 150 മുതൽ 300 കിലോഗ്രാം നൈട്രജൻ വരെ ഫിക്സ് ചെയ്യാൻ ഈ അസോളക്കും അതേപോലെ സയനോ ബാക്ടീരിയയും തമ്മിലുള്ള സഹവർത്തിത്വത്തിന് കഴിവുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് PGPR, പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോ ബാക്ടീരിയ. ഇവ നമ്മുടെ റൈസോസ്ഫിയർ എന്ന് പറയും. ചെടികളുടെ വേരുപടലത്തിന്റെ ആ ഭാഗത്ത് താമസിക്കുകയും ആ ചെടികൾ ഇവയ്ക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുകയും തിരിച്ച് ഈ പ്ലാന്റ് ഗ്രോത്തിങ് പ്രൊമോട്ടിംഗ് ബാക്ടീരിയകൾ ഈ ചെടികൾക്ക് വേണ്ട നൈട്രജൻ ഫിക്സ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ചില പുൽവർഗ്ഗങ്ങളിലാണ്. വലിയ പുൽമേടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇത് വളരെ എഫക്റ്റീവായിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബാക്ടീരിയയാണ് PGPR. നമ്മൾ ഈ PGPR പലപ്പോഴും നമുക്ക് വാങ്ങാൻ കിട്ടുന്ന രൂപത്തിൽ കൾച്ചർ ചെയ്ത PGPR നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. അത് പ്രവർത്തിക്കുന്നത് ഈ രൂപത്തിലാണ്. ഓരോ ചെടിയുടെയും വേരുപടലത്തിനടുത്ത് ജീവിക്കുകയും ആ ചെടിക്ക് വേണ്ട നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. നാലാമത്തെ തരം വളരെ പ്രധാനപ്പെട്ട ബാക്ടീരിയകളുടെ ഇനമാണ് നോൺ സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയും. നമ്മൾ ഫ്രീ ആയിട്ട് മണ്ണിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് വേണ്ട നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഇനം ബാക്ടീരിയകളാണ് നോൺ സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇവയ്ക്ക് വേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് മണ്ണിലെ ജൈവ വസ്തുക്കളാണ്, ജൈവാംശമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജൈവാംശം ഉണ്ടെങ്കിൽ ഇവയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുകയും നമുക്ക് ചെടികൾക്ക് വേണ്ട നൈട്രജൻ വലിയ അളവിൽ നൽകാൻ സഹായിക്കുകയും ചെയ്യുന്ന ബാക്ടീരിയകളാണ് ഇവ. ഇത് മണ്ണിലും ജീവിക്കുന്നവയുണ്ട്, അതേപോലെ വെള്ളത്തിൽ ജീവിക്കുന്നവയുണ്ട്. വെള്ളത്തിൽ ജീവിക്കുന്നവർക്ക് നമ്മൾ സയനോ ബാക്ടീരിയ എന്ന് പറയും. അതിന് മറ്റൊരു പേരുണ്ട് ബ്ലൂ ഗ്രീൻ ആൽഗെ. നമ്മൾ ഈ പച്ച പായൽ ഒക്കെ രൂപപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ ജലാശയങ്ങൾക്കൊക്കെ ചിലപ്പോൾ പച്ച കളറ് നൽകാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ആ ഒരു പേര് പറയുന്നത്. ഈ സയനോ ബാക്ടീരിയ നെൽകൃഷിയിൽ നമുക്ക് നല്ല രീതിയിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. അതേപോലെ
ഈ മണ്ണിൽ എയറോബിക്കും അനൈറോബിക്കും രണ്ട് രീതിയിലുള്ള ബാക്ടീരിയകളുണ്ട്. വായുവിന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്നവയും വായുവിന്റെ സഹായത്താൽ അല്ലാതെ പ്രവർത്തിക്കുന്നവയുമുണ്ട്. വായുവിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉദാഹരണമാണ് അസോട്ടോബാക്ടർ, അസോസ്പിരിലം. അതേപോലെ വായു ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമാണ് ക്ലോസ്ട്രിഡിയം ബാക്ടീരിയ. ഇങ്ങനെ മണ്ണിൽ തന്നെ വായുവിന്റെ ലഭ്യതക്കനുസരിച്ച് ഈ വായു കൂടുതലിൽ ഉള്ള സ്ഥലങ്ങളിൽ വായുവിന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്നവയും കുറഞ്ഞ സ്ഥലങ്ങളിൽ ഈ ക്ലോസ്ട്രിഡിയം പോലുള്ള ബാക്ടീരിയകളും പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ജൈവ വസ്തുക്കളിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ട നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദ നേച്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സോയിൽ എന്ന പുസ്തകത്തിൽ ഈ ബാക്ടീരിയകളെ കുറിച്ച് പറയുന്ന വാചകം വളരെ അത്ഭുതപ്പെടുത്തി. If agriculturists are able to take advantages of these organisms, the benefits would go beyond increased crop yield to include reducing the need to manufacture nitrogen fertilizer and therefore lowering the amount of reactive nitrogen circulating in the environment as well as reduction in N2O emission. അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൃഷി ശാസ്ത്രജ്ഞന്മാര് മനസ്സ് വെക്കുകയാണെങ്കിൽ ഈ സൂക്ഷ്മജീവികളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണ്ട നൈട്രജൻ ഉണ്ടാക്കിയെടുക്കാനും അതോടൊപ്പം നമ്മുടെ നൈട്രജൻ മൂലമുണ്ടാകുന്ന പൊല്യൂഷൻ, മാലിന്യ പ്രശ്നം, നമ്മുടെ നൈട്രേറ്റ് വെള്ളത്തിൽ കലർന്നുകൊണ്ടുണ്ടാവുന്നതും അതേപോലെ നൈട്രസ് ഓക്സൈഡ് നമ്മുടെ ആഗോള താപനത്തെ വർദ്ധിപ്പിക്കുന്നതുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വേണ്ട നൈട്രജൻ ഈ സൂക്ഷ്മജീവികളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നത് വളരെ പ്രശസ്തരായ ഈ സോയിൽ സയന്റിസ്റ്റുകളാണ്. നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ചാണകത്തിൽ നൈട്രജന്റെ അളവ് വളരെ കുറവാണ് എന്ന് പറഞ്ഞു. ഈ പ്രസ്താവനക്ക് അർദ്ധസത്യമുണ്ട്. അതിൽ നൈട്രജൻ കുറവാണ് എന്നുള്ളത് സത്യമാണെങ്കിൽ നമ്മുടെ ചാണകം മണ്ണിൽ പ്രവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ നൈട്രജൻ കൊടുക്കുക എന്നുള്ളതല്ല ചാണകത്തിന്റെ ധർമ്മം. നമ്മൾ ഒരു പശു ചാണകമിട്ടാൽ പിന്നീട് അവിടെ ചെന്ന് നോക്കിയാൽ ഈ ചാണകം ചെറിയ ഉരുളകളാക്കി മണ്ണിന്റെ അടിയിലേക്ക് തുരന്നു കൊണ്ടുപോകുന്ന ജീവികളെ, ചാണക വണ്ടുകളെ നമുക്ക് കാണാം. അതേപോലെ അതിൽ ചിതല് വരുന്നത് കാണാം. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അവിടെ മണ്ണിരകൾ പെരുകുന്നത് കാണാം. സൂക്ഷ്മജീവികൾ അവിടെ പെരുകും എന്ന് ഉറപ്പാണ്. ഇങ്ങനെ മണ്ണിന്റെ ജൈവ രാസ ഭൗതിക ഗുണങ്ങളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവിടെ അത്ഭുതകരമായൊരു ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം സൃഷ്ടിച്ചുകൊണ്ട് ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വഴി ആ മണ്ണ് ചെടികൾക്ക് വളരാൻ സഹായകരമായ രൂപത്തിൽ മാറ്റിമറിക്കുക എന്നുള്ളതാണ് ചാണകം ചെയ്യുന്ന ധർമ്മം എന്ന് പറയുന്നത്. നമുക്കറിയാം മണ്ണിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതേപോലെ പൊറോസിറ്റി, സൂക്ഷ്മ സ്ഥൂല സുഷിരങ്ങൾ തുടങ്ങി ഭൗതിക ഗുണങ്ങളും pH, കാറ്റയോൺ എക്സ്ചേഞ്ച് കപ്പാസിറ്റി പോലുള്ള കെമിക്കൽ ഗുണങ്ങളും അതേപോലെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പെരുക്കലും ഇത് എല്ലാം നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും അത്ഭുതകരമായൊരു സംഗതിയാണ് ചാണകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചാണകത്തിന്റെ ധർമ്മം അതിലെ നൈട്രജൻ അല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ചാണകം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു കൾച്ചർ എന്നുള്ള രൂപത്തിലാണ്. അതോടൊപ്പം മണ്ണിലെ ജൈവാംശത്തെ അത് ഉയർത്തിക്കൊണ്ട് നമുക്ക് വേണ്ട സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട ഭക്ഷണമായിട്ട് അത് മാറുകയും ആ സൂക്ഷ്മജീവികൾ നമുക്ക് വേണ്ട നൈട്രജൻ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരിട്ടല്ലാതെ നമ്മുടെ ചാണകം നമുക്ക് വേണ്ട നൈട്രജൻ നൽകുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മുടെ കൃഷിയിടത്തിൽ വേണ്ട നൈട്രജൻ പല രൂപത്തിലാണ് ജൈവ കൃഷിയിൽ വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 4 തരത്തിലുള്ള ബാക്ടീരിയകൾ, അതിൽ പ്രധാനമായിട്ടും ഇരട്ടപ്പരിപ്പിൽ പ്രവർത്തിക്കുന്ന സിംബയോട്ടിക് ബാക്ടീരിയ, അതേപോലെ ജൈവാംശങ്ങളെ ഭക്ഷണമാക്കിക്കൊണ്ട് ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള സ്വതന്ത്രമായി ജീവിക്കുന്ന ബാക്ടീരിയകൾ, അതേപോലെ ജൈവാംശത്തിലുള്ള ഘടകങ്ങൾ നമുക്ക് ഉപയോഗിച്ച് അത് വിഘടിക്കുമ്പോൾ കിട്ടുന്ന നൈട്രജൻ,
ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന നൈട്രജൻ ഇങ്ങനെ ഒരു ജൈവ കൃഷിയിടത്തിൽ ഇതെല്ലാം കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് വേണ്ട നൈട്രജൻ ഉറപ്പുവരുത്താൻ കഴിയും എന്നുള്ളത് അനുഭവം പഠിപ്പിച്ച പാഠമാണ്. അതാണ് നിങ്ങളുമായി ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ ചാണകം നമുക്ക് ജീവാമൃതമായിട്ട് ഉപയോഗിക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സൂക്ഷ്മജീവികളെയൊക്കെ മണ്ണിൽ കൊടുക്കാനും അവരുടെ പെരുക്കലിലൂടെയും കൃത്യമായ പ്രവർത്തനത്തിലൂടെയും നമുക്ക് വേണ്ട നൈട്രജൻ ഉറപ്പുവരുത്താനും സാധിക്കും. ഈ സൂക്ഷ്മജീവികളുടെയൊക്കെ പ്രവർത്തനം നടക്കണമെങ്കിൽ മണ്ണിൽ ജൈവാംശം ആവശ്യമാണ്, മണ്ണിന്റെ pH കൃത്യമാവണം, അതേപോലെ സൂക്ഷ്മജീവികൾക്ക് വേണ്ട കാലാവസ്ഥയുണ്ടാവണം, അവയ്ക്ക് വേണ്ട ഇരുട്ടുണ്ടാവണം, മണ്ണിൽ നേരിട്ട് സൂര്യപ്രകാശവും വെയിലും ഏൽക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി മണ്ണിന്റെ ഈർപ്പം വളരെ കൃത്യമായിരിക്കണം. അതേപോലെ ഈ ത്രൂ ഔട്ട് ദ ഇയർ ഒരു വർഷം മുഴുവൻ മണ്ണിലെ കൃത്യമായി ഈ സൂക്ഷ്മജീവികളുടെ എണ്ണം നിലനിർത്തുകയും അവയ്ക്ക് വേണ്ട കാലാവസ്ഥയും അവയ്ക്ക് വേണ്ട ഭക്ഷണവും ഉറപ്പുവരുത്തിയാൽ കൃഷിയിടത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വേണ്ട നൈട്രജൻ നൽകാൻ ഈ സൂക്ഷ്മജീവികളുടെയും അതേപോലെ ചാണകത്തിന്റെ സഹായത്തോടെ നമുക്ക് സൂക്ഷ്മജീവികളെ പെരുപ്പിച്ചുകൊണ്ടും നമുക്ക് വേണ്ട നൈട്രജൻ ഫിക്സ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ നമ്മുടെ കൃത്യമായി ഇരട്ടപ്പരിപ്പും ഒറ്റപ്പരിപ്പും മാറി മാറി കൃഷി ചെയ്തുകൊണ്ടും നമുക്ക് ഇടവേളയായി ഇരട്ടപ്പരിപ്പ് കൃഷി ചെയ്തുകൊണ്ടും മണ്ണിൽ ജൈവാംശം ഉറപ്പുവരുത്തിക്കൊണ്ടും നമുക്ക് വേണ്ട നൈട്രജൻ ഉറപ്പുവരുത്താം. അതുകൊണ്ട് ചാണകം നൈട്രജൻ കുറവാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പശുക്കളുടെ മൂത്രം വളരെ പ്രധാനമാണ്. അതിൽ 1.5% നൈട്രജൻ ഉണ്ട്. അതുകൊണ്ട് അത് കുറവ് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് പോലുള്ളവയുടെ അമിനോ ആസിഡുകൾ അതിൽ നിന്ന് നൈട്രജൻ ചെടികൾക്ക് ലഭ്യമാകും. അതേപോലെ നമുക്ക് പിണ്ണാക്ക് വളങ്ങൾ, നമ്മുടെ കടലപ്പിണ്ണാക്ക് പോലുള്ളവ, അതേപോലെ മത്സ്യവളത്തിലും പിണ്ണാക്ക് വളത്തിലും നൈട്രജന്റെ അളവ് വളരെ കൂടിയ അളവിലാണ്. ഏകദേശം 5 മുതൽ 10% വരെയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക് നൈട്രജൻ ലഭ്യമാകുന്നതിൽ കുറവ് വന്നാൽ ഇവ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ചെടികളിൽ ക്ലോറോഫിൽ, നമ്മുടെ ഹരിതക നിർമ്മാണത്തിന് നൈട്രജൻ അത്യാവശ്യമാണ്. അവയ്ക്ക് വളരാൻ ആവശ്യമായ പ്രോട്ടീൻ ഉണ്ടാക്കാൻ നൈട്രജൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചെടികളുടെ താഴെ തട്ടിലുള്ള ഇലകൾ പെട്ടെന്ന് പഴുത്തു പോവുകയും മഞ്ഞളിപ്പ് വരികയും നമ്മുടെ ചെടികളുടെ വളർച്ച മുരടിച്ചു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ നൈട്രജന്റെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് ജൈവികമായ പരിഹാരം തന്നെ നമുക്ക് ചെയ്യാനും കഴിയും. അതുകൊണ്ട് ഏത് രീതിയിൽ നോക്കിയാലും വളരെ ചെലവില്ലാതെ നമുക്ക് വേണ്ട നൈട്രജൻ നമ്മുടെ സൂക്ഷ്മജീവികളെ കൊണ്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. ആ സൂക്ഷ്മജീവികളെ കൃഷി ചെയ്യാനുള്ള അറിവാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പഠിച്ച് ചെയ്താൽ ഇത് നമുക്ക് 100% വിജയിപ്പിക്കാൻ കഴിയും എന്നുറപ്പുണ്ട്. എല്ലാവർക്കും നന്ദി.